ഞാൻ പറഞ്ഞല്ലോ ഓഫീസർ, ഈ ഒരു കണ്ടീഷനിൽ അയാൾ അധികം സ്ട്രെയിൻ ചെയ്യിക്കാതിരിക്കുന്നതാവും സേഫ്. ഇവിടെ കൊണ്ടുവരുമ്പോൾ രക്ഷപ്പെടാനുള്ള ചാൻസ് 0 ആയിരുന്നു. തലയിൽ മാത്രം 6-7 വെട്ടുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിക്കാൻ ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആള് തട്ടിപ്പോയനെ. ആ കണ്ടീഷനിൽ നിന്ന് ആളിവിടെ വരെ എത്തിയില്ലേ. ലെറ്റിംഗ് കം ബാക്ക്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ 4-5 ദിവസം കൂടി കഴിഞ്ഞു മതിയെന്ന് എന്റെ ഒപ്പീനിയൻ. ശരി ഡോക്ടർ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അല്ല സാർ, ആരായത് ചെയ്തെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഞങ്ങൾ അന്വേഷണത്തില്ല ഡോക്ടർ. ഈ ജോസൂട്ടി ഒരു പക്ക ക്രിമിനൽ ആയിരുന്നല്ലോ. ഈ കേടികളുടെയും ഗുണ്ടകളുടെയും ഇടയിലും ഉണ്ടല്ലോ മിടുക്ക് കാട്ടാനുള്ള ഒരു മത്സരം. അതുപോലൊരു ഗ്യാങ് വാറിന്റെ ഭാഗമായതും. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചിങ്ങനെ സോ ഹൊറിബിൾ. കാശിന് വേണ്ടി കൊല്ലാനും ചാകാനും നടക്കുന്ന ഇവനൊക്കെ എന്ത് ഭാര്യ മക്കളും ഡോക്ടർ. ഇവൻ ഇതുപോലെ ഒരുത്തനെ പീസാക്കിയ കേസ് പണ്ട് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുള്ള. അതിലുള്ളവന്മാരാരെങ്കിലും ആയിരിക്കും. യെസ്, അത് തന്നെ ആയിരിക്കും. ആ ഡോക്ടർ, അയാളുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നിടം വരെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഓർഡർ. ബുദ്ധിമുട്ടാവില്ലല്ലോ? അതൊക്കെ നിങ്ങളുടെ കാഷ്വൽ പ്രൊസീജിയർ അല്ലേ? ക്യാരി ഓൺ. താങ്ക് യു ഡോക്ടർ. വരൂ. ആ സണ്ണി സാർ, താനെന്താ ഇവിടെ? എങ്ങനെയുണ്ട് പരിക്ക്? വലിയ കുഴപ്പമില്ല സാർ. ഞാൻ ആ ജോസ് കുട്ടി ഒന്ന് കാണാൻ വന്നതാ. അയാളുടെ വൈഫ് ഞങ്ങളുടെ ഒരു റിലേറ്റീവാ. അതൊക്കെ എനിക്കറിയാടോ. തീർക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. ആള് ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. എന്തായാലും കഷ്ടമായി പോയി അയാളുടെ കാര്യം. എന്ത് കഷ്ടം? കൊടുത്തൊക്കെ തിരിച്ചു കിട്ടണ്ടേടോ. തന്റെ കേസിലും ഇവൻ തന്നെ ആയിരുന്നല്ലോ ആള്. താൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇവൻ അന്നേ അകത്ത് കിടക്കേണ്ടതായിരുന്നു. പോട്ടെ സാറേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ ഏതായാലും അയാളൊന്ന് കണ്ടിട്ട് വരാം. ശരി ശരി. ഞാൻ പോയി 2 ചായ വാങ്ങിക്കൊണ്ടുവരാം. പുറത്തുനിന്ന് മരുന്ന് വാങ്ങണമല്ലോ. എന്നാത്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവന്റെ ജഡം കാണാറാവുമ്പോ ഞങ്ങൾ അറിയിക്കാം. പൂക്കാടന്മാർ അപ്പ ഇങ്ങോട്ട് വന്നാ മതി. രാഹുലേ, നീ വിവരക്കേട് വിളിച്ചു പറയല്ലേ. അവൻ അങ്ങനെ കിടക്കുന്നതിൽ ഈ കൊച്ചൻ എന്നാ പിഴച്ചുന്നാ? ദേ, ഇവന്റെ ദയില്ലായിരുന്നെങ്കിലേ നിന്റെ മരുമോനും ആ ബെന്നിയും ഒക്കെ എന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലിലും കയറേണ്ടതല്ലായിരുന്നോ? മോൻ ക്ഷമിക്കണം കേട്ടോ. ഉള്ളിലെ സങ്കടം കൊണ്ട് അവളിങ്ങനെ ഓരോന്ന് വാവിട്ട് പറയുന്നത്. സാരമില്ലെങ്കിലേ, ആൻറ്റി പറഞ്ഞോട്ടെ. ഒരർത്ഥത്തിൽ ജോസൂട്ടി എത്രയും വഷളാക്കിയതിന് പിന്നിൽ പൂക്കാടന്മാർക്കും പങ്കുണ്ട്. ഞാനും അവിടുത്തെ ഒരാളായതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ബാധ്യസ്ഥനുമാണ്. പറയുന്നത് കൊണ്ട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. തന്റെ അനിയനും പെങ്ങളും ചേർന്ന് ഇടവും വലവും നിന്ന് വിഷം കുത്തിവെച്ചിട്ടാ അവനിപ്പ ഈ ഗതി വന്നത്. ദേ, നിങ്ങൾ വന്നതോ വന്ന്. ഇനി ആ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം അവന്റെ കാര്യം അന്വേഷിച്ച് ഇവിടെ വന്നേക്കരുത്. അതിനി അപ്പനാണേലും മക്കളാണേലും ശരി. ഇത് ഞാൻ പറഞ്ഞതുപോലെ കൂട്ടത്തിൽ ഇത്തിരി മനുഷ്യപ്പറ്റുള്ളത് നിങ്ങൾക്കാണെന്നറിയാം. ജോസൂട്ടി നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതാര് പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അതിന്റെ പേരിൽ അവനെ ഈ അവസ്ഥയിൽ കണ്ട് മനം കുളിർക്കാനാണ് വന്നതെങ്കിൽ ആയിക്കോ. പക്ഷെ അവൻ എന്നതെങ്കിലും സംഭവിച്ച അവനെ കൊണ്ട് ചുടുചോറ് വാരിച്ച് ഒരെണ്ണത്തിനെ ഞങ്ങൾ വെറുതെ വിടുകയല്ല. അതിപ്പോ തന്റെ അപ്പൻ സാക്ഷാൽ പൂക്കാരനായാലും ശരി. അമ്മച്ചി, എന്റെ ജോസൂട്ടി ചെയ്ത തെറ്റിന് സണ്ണിച്ച എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? സാരമില്ല എന്നതേ. എന്നെ 2 വഴക്ക് പറയുന്നതുകൊണ്ട് ആൻറ്റിയുടെ ദേഷ്യവും വിഷമമൊക്കെ മാറുകയാണെങ്കിൽ എനിക്കതിൽ പരാതിയൊന്നുമില്ല. ആൻറ്റി പറഞ്ഞോട്ടെ. അപ്പച്ചാ, ഞാൻ വിളിച്ചിട്ടാ സണ്ണിച്ചായൻ ഇവിടെ വന്നത്. സണ്ണിച്ചായനോട് എനിക്കല്പം പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. രാഹുലേ, നീ വന്നേ, വാ. അമ്മച്ചി അങ്ങനെ സംസാരിച്ചതിൽ സണ്ണിച്ചായനൊന്നും തോന്നരുത്.
ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല. അനിത എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? മടിക്കണ്ട, എന്നതാണേലും അനിത എന്നോട് പറഞ്ഞോളൂ. അത് ഗായത്രിയുടെ കുഞ്ഞിനെ ഗൗരിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് ജോസൂട്ടിയുടെ ആൾക്കാരാ. എനിക്ക് ആ കാര്യത്തിൽ ജോസൂട്ടിയെ നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നെ ശാസിച്ചു ഉപദ്രവിച്ചു അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു ആള്. ഒരിക്കലും ഒരു കൂലിത്തല്ലുകാരന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കാൻ തയ്യാറല്ലെന്ന് തറപ്പിച്ച് പറഞ്ഞപ്പോഴാ ജോസൂട്ടി മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. ആ മടങ്ങി വരവിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചത് സണ്ണിച്ചായ. അപ്പോഴേക്കും ചെയ്ത തെറ്റിന്റെ കൂലി പലിശ സഹിതം കർത്താവ് മനുഷ്യന് കൊടുത്തു കഴിഞ്ഞു. ജോസൂട്ടിയെ മാത്രമല്ല ദൈവം ശിക്ഷിച്ചത്, എന്റെ വയറ്റിൽ നാമ്പിട്ട ജീവനെയും ദൈവം തിരിച്ചെടുത്തു. ജോസൂട്ടി എനിക്ക് ആ കുഞ്ഞ് എവിടെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോഴാണ് അവരെ ഞങ്ങളെ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഗൗരിക്ക് ഇതിനകം തന്നെ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയേനെ. മോൾ എവിടെയാണുള്ളതെന്ന് ജോസൂട്ടി വല്ല സൂചനയും തന്നിരുന്നു അനിതേ? ഞാൻ പലവട്ടം ചോദിച്ചതാ ജോസൂട്ടിയോട്. അപ്പോ എനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പറയാതിരുന്നതാ പാവം. ഏത് വഴിയായിരുന്നു അന്ന് നിങ്ങളുടെ യാത്ര? പള്ളിയുടെ അടുത്തുനിന്ന് ഓട്ടോ കിട്ടിയത്. ഡ്രൈവറോട് ഏതോ ഒരു കോളനി റോഡിന്റെ പേരാ ജോസൂട്ടി പറഞ്ഞത്. ഞാൻ ഓർക്കുന്നില്ല. ആ പരിസരങ്ങളിലുള്ള കോളനികളൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കാം. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. അനിത വിഷമിക്കാതിരിക്കേ. ഇതോടെ ജോസൂട്ടി ചെയ്ത പാപങ്ങളുടെ ശിക്ഷ തീരുമായിരിക്കാം. മടങ്ങി വരുന്നത് ഒരു പുതിയ ജന്മത്തിലേക്കാണെന്ന് കരുതി സമാധാനിക്കുക. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തമെന്നല്ലേ വേദപുസ്തകത്തിൽ പറയുന്നത്. ജോസൂട്ടി ഇനി മുതൽ പുതിയൊരു മനുഷ്യനായിരിക്കും. അനിതയുടെ നല്ല ഭർത്താവായിരിക്കും. അതോർത്ത് സമാധാനത്തോടെ ഇരിക്കും. എന്തായാലും ഗായത്രിയുടെ മോള് സുരക്ഷിതമായി തന്നെ ഉണ്ടല്ലോ. അതറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. ഞാൻ ഈ വിവരം എത്രയും പെട്ടെന്ന് ഗൗരി അറിയിക്കട്ടെ. അവൾ ആകെ വിഷമിച്ചിരിക്കുക. സണിച്ചായ, ഞാൻ ഈ വിവരം സണ്ണിച്ചായനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗൗരിയോട് പറഞ്ഞ അവള് പോലീസിലെ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ വന്നാ അത് ജോസൂട്ടിക്ക് വീണ്ടും പ്രശ്നമാവും. അതോർത്ത് എന്താ വിഷമിക്കണ്ട. ജോസൂട്ടിക്ക് ഒരു കുഴപ്പവും വരാത്ത രീതിയിൽ ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. പോട്ടെ. സത്യമാണോ സണ്ണി സാറേ? എന്റെ അമ്മോൾ എവിടെയുണ്ടെന്ന് അയാൾക്കറിയോ? പിന്നല്ലാതെ ഞാൻ എന്തിനാ ഗൗരി നിന്നോട് അങ്ങനെ ഒരു കാര്യത്തിൽ നുണ പറയുന്നത്? ഗായത്രിയുടെ മോള് ജോസൂട്ടിക്ക് അറിയാവുന്ന ഏതോ ഒരിടത്തുണ്ട്. പക്ഷേ അതെവിടെയാണെന്നോ കുഞ്ഞ് ആരുടെ കയ്യിലാണെന്നോ അനിതയോട് പറയുന്നതിന് മുമ്പാ ജോസൂട്ടി ആക്രമിക്കപ്പെട്ടത്. ഇപ്പോ അതൊന്നും പറയാനുള്ള അവസ്ഥയിലില്ല ജോസൂട്ടി. അതാ മോളെ കിട്ടാൻ നമുക്ക് മുന്നിലുള്ളൊരു തടസ്സം. ഇനി അവൾ എവിടെയുണ്ടെന്നറിയാൻ ജോസൂട്ടിക്ക് സംസാരിക്കാനാവുന്നതുവരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. അയാൾക്കിപ്പോ എങ്ങനെയുണ്ട് സർ? അപകടനില തരണം ചെയ്തെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നാലും സംസാരിക്കാനൊക്കെ കഴിയണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പിടിക്കുമെന്നാ അനിതയുടെ പറച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാവം, ഒരു കണക്കിന് എനിക്കിപ്പോൾ ജോസൂട്ടിയുടെ സഹതാപം തോന്നുന്നു മോളെ. എല്ലാം മതിയാക്കി നന്നാവാൻ തീരുമാനിച്ച സമയത്ത് തന്നെ അയാൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചല്ലോ. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സർ. ചെയ്ത പാപങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കണമല്ലോ. കാശിനു വേണ്ടി അയാൾ ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരങ്ങൾ കുറച്ചൊക്കെ എനിക്കും അറിയാവുന്നതാണ്. ഇതിനു മുൻപ് ഒരു തവണ അയാൾ എന്നെയും മോളെയും കൊല്ലാൻ നോക്കിയിട്ടുണ്ട്.
ഒരർത്ഥത്തിൽ പറഞ്ഞ ജോസൂട്ടി വേറെ ഉപകരണം മാത്രമല്ലേ ഗൗരി. കാശിന് വേണ്ടി അവനിതൊക്കെ ചെയ്യുന്നു. ശിക്ഷിക്കപ്പെടേണ്ടതും അനുഭവിക്കാനുള്ളതുമൊക്കെ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നവരല്ലേ. അവരൊക്കെ ഇപ്പോഴും കളത്തിന് പുറത്ത് സൂചിച്ച് നടക്കുകയല്ലേ. എൻ്റെ ബലമായ സംശയം ജോസൂട്ടിയുടെ ഈ ദുരന്തത്തിന് പിന്നിലും നമുക്ക് പരിചിതമായ ചിലരുടെ കൈകളുണ്ടെന്ന് തന്നെയാണ്. ഒക്കെ മതിയാക്കി ജോസൂട്ടി നന്നായാൽ അത് അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുമെന്ന് ഭയക്കുന്ന ചിലർ. സാറിന്റെ അനിയന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അവൻ മാത്രമല്ല, കൂട്ടത്തിൽ മറ്റു ചിലരും പെട്ടേക്കാം. അതൊക്കെ ആരാണെന്ന് അറിയണമെങ്കിൽ ജോസൂട്ടി തന്നെ മനസ്സ് വയ്ക്കുകയും വേണം. സർ, അയാൾക്ക് ഭേദാവുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപകടമാവില്ലേ? അയാളെ കൊണ്ടത് ചെയ്യിച്ചവർ തന്നെ ചിലപ്പോൾ അതിനുള്ളിൽ അമ്മാളുവിനെ അപകടപ്പെടുത്താൻ നോക്കിയാലോ? എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള ചാൻസ് കുറവാ ഗൗരി. കാരണം അമ്മാളുവിനെ സേഫാക്കി നിർത്തിയിരിക്കുന്നത് ജോസൂട്ടി തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ വിശ്വസിക്കാൻ കാരണം അമ്മാളു അലന്റെ കുഞ്ഞാണെന്ന് ജോസൂട്ടിക്ക് അറിയാവുന്നതല്ലേ. മനസ്സുകൊണ്ട് നന്നാവാൻ തീരുമാനിച്ച ഒരാൾ ഒരിക്കലും ഒരു പിഞ്ചു കുഞ്ഞിനെ അപായപ്പെടുത്താൻ കൂട്ടുനിൽക്കില്ല. പ്രത്യേകിച്ച് ആ കുഞ്ഞ് സ്വന്തം കുടുംബത്തിൽപ്പെട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട്. ഏതായാലും ഇത്രയും നാൾ മോൾ എവിടെയാണെന്നറിയാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ നമ്മൾ കാത്തിരുന്നില്ലേ. ഇപ്പോൾ അമ്മാൾ സേഫായിട്ടുണ്ടെന്ന് ഒരാശ്വാസമെങ്കിലും ഉണ്ടല്ലോ. കുറച്ച് ദിവസം നമുക്ക് ജോസൂട്ടിക്ക് വേണ്ടി കാക്കാന്നേ. എന്തെങ്കിലും അറിയാനിടയായാൽ ഞാൻ നേരിട്ട് വന്നോ ശങ്കറിനെ വിളിച്ചോ അറിയിക്കാം. പോട്ടെ. ശരി സർ. എന്താ എന്നെ വിളിച്ചത്? സാറെന്നോ? അതൊന്നും വേണ്ട കേട്ടോ. ഗൗരിയുടെ ചേച്ചി എന്നെ വിളിക്കുന്നത് പോലെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. കേട്ടല്ലോ? ശരി എന്നാ. തൊണ്ണൂറ്റേഴ്, 98, 99, 100. അപ്പോൾ 1,00,000. അപ്പോൾ 24 1 25. ബാങ്കിൽ നിന്ന് 5 കൂടെ എടുത്താൽ 30. ഷോ, പിന്നെയും വേണമല്ലോ ഒരു 5 ലക്ഷം. ആടാ, എന്തായി? കാശ് കിട്ടിയോ? കാശൊക്കെ കിട്ടി. പക്ഷെ ഇനി 10 15 ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് മാനേജർ പറഞ്ഞു. അപ്പൊ FD ഇട്ടിരുന്ന 20 സ്വാഹ. ഇനിയിപ്പോ എന്നാ ചെയ്യൂടാ? 35 തികയ്ക്കാൻ വേണ്ടി ഇനിയും വേണമല്ലോ ഒരു 5 കൂടെ. നമുക്ക് ആ വീട്ടുകാരോട് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയിച്ചാലോ? അമ്മേ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. കോമ്പൻസേഷനായിട്ട് 50 ലക്ഷം രൂപ വേണമെന്ന് കട്ടായം പറഞ്ഞവരടുത്ത് നിന്ന് ഞാനും പ്രസിഡന്റും കൂടി വില പേശിയാ 35 ലക്ഷത്തിൽ എത്തിച്ചത്. ഇനി അതിനകത്ത് നിന്ന് 5 കൂടെ പിശിക്കാൻ നോക്കിയാലേ നാട്ടുകാരെ നമ്മൾ ഓടിച്ചിട്ടടിക്കും. കണ്ടവന്റെ അടിയും തൊഴിയും കൊള്ളാൻ എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. ദാ കാശ്. എന്നാലും തിന്നാതെയും കുടിക്കാതെയും ഒറ്റയടിക്ക് 35 ലക്ഷം രൂപ തീർന്നു കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോ കണ്ണിൽ ഇരുട്ട് കയറുക. ഓ, ഏത് നേരത്താണോ എനിക്ക് ആ പണ്ടാരം വണ്ടി എടുത്ത് പുറത്തു പോകാൻ തോന്നിയത്. അതിന് വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഡ്രൈവിംഗ് പഠിച്ച് തെളിയുന്നതിന് മുമ്പ് കയ്യിൽ ഒതുങ്ങാത്ത വണ്ടിയെടുത്ത് ഒറ്റയ്ക്ക് ഓടിക്കാൻ അമ്മയോട് ആരെങ്കിലും പറഞ്ഞോ? ദേ, 2 പിള്ളേരാ തീർന്നിരിക്കുന്നത്. പെണ്ണാണെന്നുള്ള ഒറ്റ പരിഗണന വെച്ചാ നാട്ടുകാർ തല്ലി കൊല്ലാതിരുന്നത്. നീ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ മോനെ. എതിരെ ഒരു പാണ്ടിലോറി വരുന്നത് കണ്ട് ഞാനൊന്ന് വെട്ടിച്ച് ബ്രേക്ക് ചവിട്ടിയതാ. പക്ഷെ ബ്രേക്കിന് പകരം ആ സ്പീഡ് കൂട്ടുന്ന കുന്ത്രാണ്ടത്തിലാ ചവിട്ടിയതെന്ന് വണ്ടി മതിലിലടിച്ച് നിന്നപ്പോഴല്ലേ ഞാൻ അറിഞ്ഞുള്ളൂ. അതുകൊണ്ടെന്താ? നല്ലൊരു വണ്ടിയും 10-35 ലക്ഷം രൂപയും പോയി കിട്ടി. പിന്നെ 2 പിള്ളേരുടെ കുടുംബക്കാരുടെ വീട്ടുകാരുടെ പ്രാക്കും. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? പോയത് പോയില്ലേ. ഒക്കെ ആ ഗൗരിയുടെയും ഗായത്രിയുടെയും പ്രാക്ക. ലോട്ടറിന്ന് കിട്ടിയ മുഴുവൻ പൈസയും ഉപകാരമില്ലാതെ പോയി. ചേടാ, ഇനിയിപ്പോ 5 ലക്ഷം രൂപ എവിടെ നിന്ന് ഒപ്പിക്കും? നമുക്ക് രാജിയുടെ പേരിൽ കിടക്കുന്ന FDന്ന് ഒരു 5 ലക്ഷം രൂപ തൽക്കാലത്തേക്ക് വിഡ്രോ ചെയ്താലോ? ഏയ്, അതിന്ന് ഒരു ചില്ലി കാശ് തൊടാൻ പറ്റില്ല. പെണ്ണിന്റെ കാര്യത്തിൽ ആകെ കരുതലുള്ളത് ആ 10 ലക്ഷമാ. എന്നാ പിന്നെ അമ്മ മല്ലികാന്റെ അടുത്ത് ചോദിക്കേ. ഓരോ ആവശ്യത്തിന് അമ്മ മല്ലികാന്റെ സഹായിക്കാറുള്ളതല്ലേ? ഓ, ആ പ്രതീക്ഷയൊന്നും വേണ്ടടാ മോനെ. നമ്മുടെ കൈ കാശില്ലാന്ന് അറിഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും അവള് പ്രാരാബ്ധം പറയാൻ തുടങ്ങും. ആ, കാശുള്ളപ്പോഴേ ഉള്ളൂ ബന്ധുത്വം സ്നേഹവും ഒക്കെ. ഇതെന്താ അമ്മയും മോനും കൂടെ വല്ല ബാങ്കും കുത്തി പൊളിച്ചോ? പോസുരേട്ടാ, കളിയാക്കാതെ. ആ പിള്ളേരുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ മറിച്ചതും പണയം വെച്ചതും ഒക്കെയാ.
എന്നിട്ടും ഒരു 5 ലക്ഷത്തിന്റെ കുറവുണ്ട്. സുരേട്ടന്റെ അക്കൗണ്ടിൽ കാണുമോ ഒരു 5 ലക്ഷം മറിക്കാൻ? അയ്യോ, നമ്മൾ പാവം പലചരക്കടക്കാരൻ. 5 ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് മറിക്കാൻ നമുക്ക് പാങ്ങില്ലേ? അല്ല, പുത്തേഴത്തെ അക്കൗണ്ടൊക്കെ ഇത്ര പെട്ടെന്ന് കാലിയായോ? അപ്പോ ആ പിള്ളേരെ പറ്റിച്ചുണ്ടാക്കിയ കാശും തവിട് പൊടിയാക്കി അല്ലേടി? അതങ്ങനെ തന്നെ ആവണമല്ലോ. അത് കണ്ണുനീര് വീണ കാശാണെന്ന് ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞതാ. അത് കേൾക്കാത്തതുകൊണ്ടാടി ഇതൊക്കെ ഇങ്ങനെ നാനാവിധമായി പോകുന്നത്. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടി നിന്റെ കൈകൊണ്ട് കാലുപുരിക്ക് അയച്ചില്ലേ? ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടുവച്ച് തീർക്കും അമ്പികയെ? ദേ, കാശ് തരാൻ മനസ്സില്ലെങ്കിൽ അത് പറഞ്ഞാ മതി, അല്ലാതെ ശവത്തി കുത്തി രസിക്കാൻ നിൽക്കണ്ട. ഇപ്പോഴും അവളുമാരോടാ നിങ്ങൾക്ക് കൂറ്. അതങ്ങനെ വേണമല്ലോ അമ്പികെ, കാരണം അവരുടെ ഭാഗത്ത് സത്യമുണ്ട്. ദേ, അത് ദൈവത്തിനും കൂടി അറിയാവുന്നത് കൊണ്ടാടി ഇപ്പോ അവർക്ക് ഇങ്ങനെ ഒരു വരം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചത്. വരോ? എന്ത് വരം? അതേടി, ഒരു കണക്കിന് പറഞ്ഞാ അതൊരു വരം തന്നെയാ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കോടതി അങ്ങനെ ഒരു വിധി പറയൂ? എന്ത് കോടതി, എന്ത് വിധി? നിങ്ങൾ കാര്യം ഒന്ന് തെളിച്ചു പറ മനുഷ്യ. അതത്ര വിശദമായിട്ട് അറിഞ്ഞതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും നിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാം. മേനോൻ ചേട്ടന്റെ സ്വത്ത് കേസിൽ ഗൗരിക്കും ഗായത്രിക്കും അനുകൂലമായിട്ട് കോടതി വിധി വന്നു. ആ വീടും സ്വത്തുക്കളും ഒക്കെ ഇനി അവർക്ക് അവകാശപ്പെട്ടതാ. നേരാണോ സുരേട്ടാ? അല്ല നോണ, ഇക്കാര്യത്തിൽ നിന്റെ അടുത്ത് വന്ന് കള്ളം പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. എടി, മനസ്സിൽ നന്മയുള്ളവന്റെ കൂടെ ദൈവം ഉണ്ടാവും. അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആ വീടും സ്വത്തും ഒക്കെ അവരുടെ പേരിലോ? ഇടിവെട്ടേറ്റവന്റെ നെറുകുന്നലയിൽ കരിമൂർക്കൻ ഉമ്മ വെച്ചതുപോലെ ആയല്ലോടാ മോനെ. അമ്മ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എന്നാലും എന്റെ മക്കളെ, ഞാൻ ആ പെമ്പിള്ളാരുടെ കാര്യം ആലോചിക്കുന്നത്. അത് കൂട്ടിലിട്ട പോലെയുള്ള ഈ നടപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. എന്നാലും എന്തു മഹാഭാഗ്യം പറഞ്ഞവരാടാ രണ്ടും. കാശിന് ഗതി ഇല്ലാതായപ്പോഴല്ലേ തന്ത എടുത്ത ലോട്ടറി അതുങ്ങൾക്ക് അടിച്ചത്. അത് കിട്ടാതായപ്പം ദേ കോടതി ഇടപെട്ട് കേസിൽ കിടന്ന സ്വത്തുക്കളെല്ലാം കൂടെ പിന്നെ വീതിച്ചു കൊടുത്തിരിക്കുന്നു. ആ വീടും സ്ഥലവും മാത്രം എത്ര കോടി രൂപയുടെ മുതലാ. അത് വീണ്ടും അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞ ആലോചിച്ചിട്ട് എന്റെ കണ്ണിൽ ഇരുട്ട് കയറുക. പൊന്മുട്ട ഇടുന്ന താറാവായിരുന്നു എന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കൊല്ലാതെ വളർത്തായിരുന്നു. അതിപ്പോ ആലോചിച്ചാ പോരായിരുന്നു അമ്മേ. എങ്ങനെയാ അവരിവിടെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ അമ്മ അത് കേൾക്കാൻ കൂട്ടാക്കിയോ? ഇല്ലല്ലോ. ദേ, ഒരൊറ്റ പെടങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. നിന്റെ ഒറ്റ ഒരുത്തന്റെ അഹമ്മതി കാരണമാ അവള് ചേച്ചിയെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു. അങ്ങനെ എന്നെ മാത്രം അമ്മ കുറ്റം പറയൊന്നും വേണ്ട. അവരിവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകാൻ വേണ്ടി നേർച്ച നേർന്ന് നടന്നതല്ലേ അമ്മ. ഞാനൊരു കാരണക്കാരനായിന്നേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞാലും സംഗതി കൈവിട്ടു പോയില്ലേ. ഇപ്പൊ അതുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് മയക്കി ചുളുവിന് ആ വീട് നമ്മുടെ പേർക്കാക്കായിരുന്നു. പിന്നെ അമ്മേനി പറയാത്ത താമസം കൂടിയേ ഉള്ളൂ. അപ്പൊ തന്നെ അവര് സ്വത്തുക്കളൊക്കെ അമ്മയുടെ പേർക്ക് എഴുതി തന്നേനെ. ഒന്നാമതാ ലോട്ടറി അടിച്ചു മാറ്റിയതിന്റെ ദേഷ്യം ഇതേവരെ മാറിയിട്ടുണ്ടാവില്ല. അപ്പോഴാ ഇനി സ്വത്ത് കൂടി. ഇങ്ങനെ ഒരു കോളും കൂടെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ലോട്ടറി അടിച്ച് മാറ്റിയില്ലേലും സാരമില്ലായിരുന്നു. അതുപോലൊരു വീട് എന്റെ സ്വപ്നമായിരുന്നടാ. ആ വീടിന്റെ മതിലേല് പുത്തേഴത്തെന്നൊരു നെയിം ബോർഡും വെച്ച് ഉമ്മറത്ത് ഞാനിങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ എഴുന്നള്ളിപ്പിന് നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന കൊമ്പൻ തിടമ്പേറ്റി നിൽക്കുന്നത് പോലെ ഉണ്ടാവും. പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം?
ആ, ശരിയാ. പോയ ബുദ്ധി ഇനി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. ആന പിടിച്ചാൽ കിട്ടില്ലായിരിക്കും, പക്ഷേ ഈ വിനയം വിചാരിച്ചാൽ ഒരു ചാൻസ് കാണുന്നുണ്ട്. ഏ? അതെങ്ങനെ? ഒന്ന് പോടാ, കള്ളം പറയാതെ. കള്ളമല്ലമ്മേ, സത്യം. ഞാൻ വിചാരിച്ചാൽ ഒരു ചെറിയ ചാൻസ് ഉണ്ട്. അതെങ്ങനെ? ഗായത്രി ഇപ്പൊ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഏ? നേരാണോടാ മോനെ? അതെന്നെ, മേനോനങ്ങളുടെ എതിരാളി പൂക്കാടൻ പൗലോസ് ഇല്ലേ, ആ. അയാളുടെ വീട്ടിൽ അയാളുടെ മൂത്ത മകന്റെ ഭാര്യയായിട്ട് കഴിയാണ് അവൾ. പൂക്കാടന്റെ മരുമകളായിട്ടോ? ഹാ, അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞു. അവിടുത്തെ ഏറ്റവും അടുത്ത ഒരാൾ ഇപ്പൊ ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അവളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അപ്പൊ എനിക്ക് കിട്ടും. കല്യാണം കഴിഞ്ഞെങ്കിൽ പിന്നെ ആ പ്രതീക്ഷയും പോയി. ഹാ, നമ്മൾ വെറുതെ ആശിച്ചിട്ട് എന്താ കാര്യം? മേനോന്റെ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം അയാളുടെ ശത്രു പൂക്കാടനായി. അതുങ്ങളെ നോക്കിയതിനും തീറ്റിപ്പോറ്റിയതിനും ഒക്കെ നമുക്ക് കിട്ടിയതോ വെറും 60 ലക്ഷം കൂലുവ. ഹാ, ഭാഗ്യമുള്ളവനെ കോക്കറി കാണിച്ചിട്ട് എന്ത് കാര്യം? അമ്മ ഇങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ. കാര്യങ്ങൾ ഇങ്ങനെയാണേലേ പൂക്കാടൻ വീട്ടിലൊരു പൊട്ടിത്തെറി ഉടൻ നടക്കും.